ഓയ് ഗൈസ്, ഉമ്മ ഇന്നലെ പറഞ്ഞ് എൻ്റെ ഓട്ടം ചാട്ടം ഒന്നും നടക്കൂല, എൻ്റെ പിന്നാലെ നാളെ പാടത്തേക്ക് കൊന്നുകൊണ്ടേന്ന്. പിന്നെ നോക്കിയില്ല, ഓരോ കവറെടുത്ത് ഞങ്ങളും പാടത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇത് കൂർക്കയാണ് ഗൈസ്. നിങ്ങൾ നാട്ടിൽ കൂർക്കൊക്കെ എന്താന്ന് പറയാന്ന് കമൻറ്റ് ബിലോ. നിങ്ങളുടെ ബോഡി ഹൈറ്റിനനുസരിച്ച് ബോഡി വെയിറ്റ് ആണ് നിങ്ങളെന്ന് നോക്കിയിട്ടുണ്ടോ? അത് നോക്കാനുള്ള ഒരു വഴിയാണ് BMI, ബോഡി മാസ് ഇൻഡെക്സ്. BMI എങ്ങനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഇൻ kg/, ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന വാല്യൂനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അണ്ടർ വെയ്റ്റ് കാറ്റഗറി, നോർമൽ വെയ്റ്റ് കാറ്റഗറി, ഓവർ വെയ്റ്റ് കാറ്റഗറി ആൻഡ് ഒബേസിറ്റി കാറ്റഗറി. ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് വെയിറ്റിനെ കുറിച്ച് സിമ്പിൾ ആൻഡ് വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് കിട്ടും കേട്ടോ. BMIനെ കൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് സ്റ്റേറ്റസ് ഒരിക്കലും അസസ് ചെയ്യാൻ പറ്റൂല. ഇത് വെറുതെ നമുക്ക് ഹൈറ്റിനനുസരിച്ച് എത്ര വെയിറ്റ് വേണമെന്നേ പറഞ്ഞു തരുള്ളൂ. ഐഡിയലി പറയുകയാണെങ്കിൽ എല്ലാവരും നോർമൽ വെയിറ്റിൽ നിൽക്കണം എന്നാണ്. ആവശ്യത്തിനുള്ള കഴിക്കണ പറഞ്ഞമ്മ, പിന്നെ വല്ലാത്ത വെയിലും മെല്ലാണ് പണിയെടുത്തി. അപ്പോൾ ബാക്കി പിന്നെ. ഓയ് ഗൈസ്, ഉമ്മ ഇന്നലെ പറഞ്ഞ് എൻ്റെ ഓട്ടം ചാട്ടം ഒന്നും നടക്കൂല, എൻ്റെ പിന്നാലെ നാളെ പാടത്തേക്ക് കൊന്നുകൊണ്ടേന്ന്. പിന്നെ നോക്കിയില്ല, ഓരോ കവറെടുത്ത് ഞങ്ങളും പാടത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇത് കൂർക്കയാണ് ഗൈസ്. നിങ്ങൾ നാട്ടിൽ കൂർക്കൊക്കെ എന്താന്ന് പറയാന്ന് കമൻറ്റ് ബിലോ. നിങ്ങളുടെ ബോഡി ഹൈറ്റിനനുസരിച്ച് ബോഡി വെയിറ്റ് ആണ് നിങ്ങളെന്ന് നോക്കിയിട്ടുണ്ടോ? അത് നോക്കാനുള്ള ഒരു വഴിയാണ് BMI, ബോഡി മാസ് ഇൻഡെക്സ്. BMI എങ്ങനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഇൻ kg/, ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന വാല്യൂനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അണ്ടർ വെയ്റ്റ് കാറ്റഗറി, നോർമൽ വെയ്റ്റ് കാറ്റഗറി, ഓവർ വെയ്റ്റ് കാറ്റഗറി ആൻഡ് ഒബേസിറ്റി കാറ്റഗറി. ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് വെയിറ്റിനെ കുറിച്ച് സിമ്പിൾ ആൻഡ് വൈഡ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് കിട്ടും കേട്ടോ. BMIനെ കൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് സ്റ്റേറ്റസ് ഒരിക്കലും അസസ് ചെയ്യാൻ പറ്റൂല. ഇത് വെറുതെ നമുക്ക് ഹൈറ്റിനനുസരിച്ച് എത്ര വെയിറ്റ് വേണമെന്നേ പറഞ്ഞു തരുള്ളൂ. ഐഡിയലി പറയുകയാണെങ്കിൽ എല്ലാവരും നോർമൽ വെയിറ്റിൽ നിൽക്കണം എന്നാണ്. ആവശ്യത്തിനുള്ള കഴിക്കണ പറഞ്ഞമ്മ, പിന്നെ വല്ലാത്ത വെയിലും മെല്ലാണ് പണിയെടുത്തി. അപ്പോൾ ബാക്കി പിന്നെ.